കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പെന്തക്കോസ്റ്റിനെതിരെ വളരെ ശക്തമായ നിലയിൽ ആക്ഷേപം ഉയരുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. അത് വാസ്തവത്തിൽ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് ഊരുന്നതിനെ പറക്കുന്നു എന്ന് പറയുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്പം വാർത്തയെ പെരുപ്പിച്ച് പറയുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ളൊരു പെരുപ്പിക്കലല്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പെന്തക്കോസ്റ്റിനെ കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങളിൽ അപമാനപ്പെട്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ മാനം അങ്ങ് പോകത്തക്കതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. പോയി കിടക്കുന്ന മാനം ആൾക്കാർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇവന്റെ ചാനൽ അങ്ങ് പൂട്ടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ പെന്തക്കോസിനെ ചന്തക്കോസ് എന്ന് പറയുന്ന ചാനലിനെ പൂട്ടിക്കാൻ കഴിയുമോ? ഞാൻ ചോദിച്ചാൽ അതിന്റെ ആവശ്യം എന്താണ്? അയാൾ ഒരുപാട് മോശം കാര്യങ്ങൾ പറയുകയാണ്. അയാൾ മോശം കാര്യങ്ങൾ പറയട്ടെ. അയാൾക്ക് ദൈവം അതിനൊരു അഭിഷേകം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അത് ചെയ്യട്ടെ. അതിനെന്താണ് കുഴപ്പം? അയാൾ അസത്യങ്ങൾ കുറെ പറയുന്നുണ്ട്, സത്യം കുറെ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. അത് പൂട്ടിക്കുക നമ്മുടെ ജോലിയല്ല. അയാൾ പറഞ്ഞിട്ടുള്ള അസത്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ പറയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥയും എനിക്കറിയാം. അതിനകത്തെ കുറച്ച് കാര്യങ്ങൾ അസത്യങ്ങൾ ഉണ്ട് താനും. അസത്യം വിട്ടേക്കൂ. അയാൾ പറയുന്ന സത്യത്തിന് ചെവി കൊടുക്കൂ. തിരുവഴുത്തിൽ പറഞ്ഞ പോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അയാൾ പറയുന്ന കാര്യങ്ങളിൽ സത്യാവസ്ഥ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് പറയാൻ പറ്റുമോ? ഒരിക്കലും സത്യമല്ല. പെന്തക്കോസ്ത് ഇന്ന് ചന്തക്കോസ്ത് ആയിരിക്കുന്നു എന്നതിന് ഒരു സംശയവും വേണ്ട. ഇതിന്റെ ഉത്തരവാദികൾ ഇവിടത്തെ യാഥാസ്ഥിതിക പെന്തക്കോസ്ത് സഭകളും അതിന്റെ നേതൃത്വവും തന്നെയാണ്. സഭകൾക്കകത്ത് ആദ്യം വന്ന മൂല്യച്യുതി രാഷ്ട്രീയത്തിന്റെ രംഗപ്രവേശനമാണ്. അപ്പോൾ തന്നെ ഇതിനടിസ്ഥാനപരമായ പ്രശ്നമുണ്ടായി. എന്റെ ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു സുവിശേഷ വേലയിൽ. ആദ്യ ഭാഗങ്ങളിൽ ഞാന് സംഘടനകൾക്കുള്ളിലുള്ള ഒരുപാട് മീറ്റിങ്ങുകൾക്ക് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ക്യാമ്പുകൾക്ക് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. യുവജനങ്ങളുടെ ക്യാമ്പിന്, സൺഡേ സ്കൂളുകളുടെ ക്യാമ്പിന് ഇപ്പോഴും അതിന് പോകാറുണ്ടെങ്കിൽ പോലും അന്ന് പോയിരുന്ന അത്ര ഒരുപാട് ഇപ്പൊ പോകുന്നില്ല. ഇപ്പൊ വളരെ കുറച്ചാണ് പോകുന്നത്. അപ്പോൾ അന്ന് പോകുമ്പോൾ കാണുന്നൊരു പ്രവണത, ഇപ്പൊ സൺഡേ സ്കൂൾ അതിന്റെ നേതാവാൻ മത്സരിക്കുന്നു ആൾക്കാര്. നേതാവായി കഴിയുമ്പോൾ തോറ്റു പോകുന്നയാളും ജയിച്ചു പോകുന്നയാളും തമ്മിൽ പ്രശ്നമാണ്. ജയിച്ച ഗ്രൂപ്പ് നമ്മൾ അറിയണം, മുഴുവൻ സൺഡേ സ്കൂളിന്റെ ചുമതലയ്ക്ക് വേണ്ടിയാണ് ഒരു ഗ്രൂപ്പ് എടുക്കപ്പെടുന്നത്. അതുപോലെ യുവജനങ്ങളുടെ ആത്മിക വർധനവിന് വേണ്ടിയാണ് ഈ ഗ്രൂപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവന്മാരുടെ ഒരു പ്രശ്നം, ഈ ജയിച്ച ഗ്രൂപ്പ് ഒരു ക്യാമ്പ് നടത്തിയാൽ, ജയിച്ച ഗ്രൂപ്പ് ഒരു എക്സാം നടത്തിയാൽ, ജയിച്ച ഗ്രൂപ്പ് ആത്മിക വർധനവിന് വേണ്ടി എന്തെങ്കിലും നടത്തിയാൽ, തോറ്റ ഗ്രൂപ്പും അവരോട് ചേർന്ന് നിൽക്കുന്നവരും നിസ്സഹകരണം കാണിക്കും. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? ആ പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്ത് അവിടുത്തെ കുട്ടികൾക്ക് ആത്മീക വർധനവുണ്ടാകുന്നതിന് പകരം അവർക്ക് ആത്മീക തകർച്ചയാണ് ഉണ്ടാകുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സൺഡേ സ്കൂളിന്റെ കുഞ്ഞുങ്ങളുടെ പരിപാടി വെച്ചാൽ പാസ്റ്റർമാരെ പോലും കാണാൻ പറ്റില്ല. അവന്മാരുടെ ചർച്ചിലെ വിശ്വാസികളെ അവർ പങ്കെടുപ്പിക്കുകയുമില്ല. മാസയോഗമായാലും അങ്ങനെ തന്നെ. യാതൊരു പരിപാടിക്കും ഉപദേശിമാർ പങ്കെടുക്കില്ല. ഇപ്പോൾ 50 ഉപദേശിമാർ പങ്കെടുക്കേണ്ടുന്ന ഇടത്ത് 15 പേരോ അതിന് താഴെയോ ആൾക്കാരാണ് പങ്കെടുക്കുക. 25 സഭ പങ്കെടുക്കേണ്ടിടത്ത് 5 or 6 സഭ പങ്കെടുക്കും. ബാക്കിയുള്ളവർ ചത്തുപോയതല്ല. അവിടെ ഇരിക്കുന്ന കള്ളന്മാരായ ഉപദേശിമാർ ഈ ജനത്തെ വഴിതെറ്റിക്കുന്നതാണ്. അവരുടെ ആത്മീക വർധനവിന് ഒന്നും ചെയ്യാൻ ഇവർ തയ്യാറല്ല. ഇവർ തന്നെയാണ് ഈ ദൈവസഭയുടെ അടിസ്ഥാനം തകർത്തതെന്നതിന് സംശയമേ വേണ്ട. ഇപ്പൊ ഉപദേശിമാരിയ്ക്കുന്നത് ചുമ്മാ ഡമ്മികളായിട്ടാണ്. അവരുടെ ജോലി 3 വർഷം ഒരു സഭയിൽ ഇരിക്കുക, അവിടെ നിന്ന് കിട്ടുന്ന മാക്സിമം പൈസ വസൂലാക്കുക, സ്ഥലം വിടുക.
ഒരു വിശ്വാസിയോടും ഒരു പ്രതിബദ്ധതയുമില്ല. അതിന്റെ ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. ഞാൻ പലരുമായും പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താണ് അവിടെ പണിയെടുക്കുന്നത്? വിശ്വാസികൾ മൊരടന്മാരുണ്ട്, ഒരിക്കലും ഗുണം പിടിക്കാത്തവന്മാരുണ്ട്, വ്യഭിചാരികളുണ്ട്, കള്ളുഷാപ്പ് നടത്തുന്നവരുണ്ട്, മണ്ണ് മാഫിയക്കാരുണ്ട്. ഇവരെ ആരെയും ഉപദേശിക്കാനോ ഇവരെ ആരെയും തിരുവചന പ്രകാരം ക്രമീകരിക്കാനോ ഒരു ഉപദേശി ഉരുമ്പിടുന്നില്ല. യവന്മാരുടെ എല്ലാവരുടെയും പൈസയും മേടിച്ച് പോക്കറ്റിലിട്ടും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 3 വർഷം തള്ളി നീക്കി അയാളുടെ വീടിന്റെ ലോണും അടച്ച്, കാറിന്റെ ലോണും അടച്ച്, പിള്ളേരുടെ വിദ്യാഭ്യാസവും നോക്കി അവിടെ നിന്ന് കൊള്ളാന്നുള്ള വെമ്പിള്ളേരുണ്ടെങ്കിൽ മക്കൾക്ക് കെട്ടിച്ച് തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നതല്ലാതെ ആ ജനത്തിന്റെ ആത്മീക വർധനവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെന്ന് പറയാൻ നെഞ്ചുറപ്പുള്ള എത്ര ഉപദേശിമാരുള്ളേ? ഒന്നാമത്തെ പ്രശ്നം പഠിക്കാതിറങ്ങിയ ഉപദേശിമാരാണ്. പിന്നെ പ്രധാന സംഘടനകളിൽ അങ്ങനത്തെ ഉപദേശിമാരില്ല, കുറവായിരിക്കും. രണ്ടാമത്തെ പ്രശ്നം ഇവർ വിശ്വാസികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരു ദിവസത്തെ ബൈബിൾ ക്ലാസ് എങ്കിലും ഉള്ള എത്ര ചർച്ച ഉള്ളേ? ഇല്ല. ഇത് ചന്തക്കോസ് തന്നെയാണ്. ഞായറാഴ്ച ഒട്ടും ഭയങ്കര മഴയായി പോയാൽ, ഇടിവെട്ടായി പോയാൽ, ആരാധന നടത്താൻ പറ്റാത്ത അന്തരീക്ഷം വന്നു പോയാൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഞായറാഴ്ച മരണം സംഭവിച്ചു, പക്ഷെ ആരാധന നടത്തിയേ പറ്റുള്ളൂ. വന്നൊരു പാട്ടുപാടി ഒരു സങ്കീർത്തനം വായിച്ച് സ്തോത്രക്കാഴ്ച പിരിയുക. കാരണം ഇവനൊക്കെ സ്തോത്രക്കാഴ്ച എടുത്തില്ലെങ്കിൽ പരിപാടി നടക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ കാര്യം മനസ്സിലാക്കണം. ആൾക്കാരുടെ സ്തോത്രക്കാഴ്ച വാങ്ങുക എന്ന ഉദ്ദേശമല്ലാതെ മറ്റൊന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. അതുകൊണ്ട് സത്യത്തെ സത്യമായി തിരിച്ചറിയണം. അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. പാളിച്ച എവിടെ പറ്റിയെന്ന് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഇനിയും നമ്മൾ പരാജയപ്പെടും, സംശയം വേണ്ട. AD 60കളിൽ സ്ഥാപിക്കുന്നതാണ് എഫെസോസിലെ സഭ. പൗലോസാണ് അത് സ്ഥാപിക്കുന്നത്. അതിന്റെ വിശദ വിവരങ്ങൾ പ്രവർത്തികളുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. തന്റെ ഒടുവിലത്തെ യാത്ര നടത്തിപ്പോകുമ്പോൾ എഫെസോസിലെ വിശ്വാസികളെ ശുശ്രൂഷകന്മാർക്ക് കൈമാറിയിട്ട് പൗലോസ് ലേഖൻ പറയുകയാണ്, ഇനി ഈ ആടുകൾക്ക് നാശം സംഭവിച്ചാൽ ഞാനതിന് ഉത്തരവാദിയല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, നിങ്ങളുടെ കയ്യിലുള്ള ആട്ടിൻകൂട്ടത്തെയും നോക്കണം. 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് ചെകുത്താന്മാർ അല്ലെങ്കിൽ കുറുക്കന്മാർ അകത്ത് കടക്കും. അകത്തുള്ളവർ ദുരുപദേശത്തിൽ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ ജനത്തെ സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ എഫെസ്യർക്കെതിരെ ഒരു ലേഖനം കാണാം. ഈടുറ്റ 1ാം ക്ലാസ് ലേഖനം. അമ്മാതിരി ഒരു ലേഖനം എഫെസോസിലെ ചർച്ചിന് എഴുതണമെങ്കിൽ ആ സഭയുടെ ക്വാളിറ്റി എത്ര ഉണ്ടായിരുന്നു നിങ്ങൾ ഗ്രഹിക്കണം. അവിടെ പൗലോസ് എടുത്തു പറയുന്ന കാര്യം, ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയണം. AD 96 ആകുമ്പോൾ പത്മോസിൽ കിടക്കുന്ന യോഹന്നാനോട് യേശുക്രിസ്തു എഫെസോസിന് ദൂത് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ നല്ലവരായിരുന്നു, നിങ്ങൾക്ക് ഒരുപാട് കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ കള്ള അപ്പോസ്തലന്മാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞു, നിങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടായി, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായി. പക്ഷേ നിങ്ങളുടെ ആദ്യ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് വീഴ്ച വന്നിരിക്കുന്നു. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് തിരിച്ചു പോയില്ലെങ്കിൽ ഞാൻ വിളക്കെടുത്ത് കളയും. എന്താ സംഭവിച്ചെന്നറിയാവോ? പിൽക്കാലത്ത് അന്ന് എഫെസോസിന്റെ സഭയിരുന്ന ദേശം ഇസ്ലാമിന്റെ പിടിയിലായി. യേശുവിന് വേണ്ടി നിന്നിടം യേശു ദൈവമല്ലെന്ന് പറയുന്നവന്റെ ഈറ്റില്ലമായി മാറിയെന്ന് നിങ്ങൾ അറിയണം. ദൈവസഭകൾ അവിടെ തകർക്കപ്പെട്ടു. സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഹിയർ ഇൻ കേരള. ആണ്ടുകൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷം തിളങ്ങിക്കേട്ടിരുന്ന സ്ഥലം ഇന്ന് ഇവന്മാർ കാരണം നശിച്ചിരിക്കുന്നു എന്നതിന് സംശയം വേണ്ട. ഇതിന്റെ അകത്തൊന്നും ഒരുത്തൻ പറയാത്തത് കൊണ്ട് ഒരു മഞ്ഞപ്പത്രക്കാരനെ കൊണ്ടുവന്ന കർത്താവിന് ഇത് പറയിക്കേണ്ടി വന്നു. അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. അയാൾ ഇതിന്റെ ശുദ്ധീകരണത്തിനൊന്നുമല്ല പറയുന്നത്. അയാൾക്ക് പെന്റക്കോസ്റ്റിന്റെ ശുദ്ധീകരണമൊന്നുമല്ല വിഷയം. അവനൊരു ന്യൂസ് ഉണ്ടാക്കുക. പെന്റക്കോസ്റ്റ് എന്നതിനെ അവൻ കാണുന്നത് പൈശാചിക കൂട്ടായ്മയായിട്ടാണ്. അത് 100% തെറ്റാണ്.
ഇതിന്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന ഈ കാട്ടാളന്മാർ കള്ളന്മാരെന്നല്ലാതെ പെന്തക്കോസ്റ്റ് എന്ന അനുഭവം എൻറ്റയർലി ഡിഫറെന്റ് തന്നെയാണ്. ഇവർ പറയുന്നു മറ്റുള്ളവരെ നമ്മൾ ജാതികളെന്ന് വിളിക്കുന്നു. കൃത്യം തന്നെയാണത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്തവര് ജാതികളെന്ന് തന്നെയാണ് പറയേണ്ടത്. അത് അവിശ്വാസികൾ തന്നെയാണ്. വിശ്വാസികളായ ജനത്തെ നിങ്ങൾക്ക് മറ്റിതര നാമധേയ സംഘടനകൾ കാണാനാവില്ല. അത് കാണാൻ പെന്തക്കോസ്തിലേ കഴിയൂ. 2, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവനെയും പെന്തക്കോസ്തിലേ കാണാൻ കഴിയൂ. ഇതിനകത്ത് തമ്മിലടിക്കുന്നവരും വൃത്തികെട്ടവരും ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റേത് സംഘടനയിലും ഉള്ളതുപോലെ പെന്തക്കോസ്തിനകത്തും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തുയധൈര്യസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവ് പറയുകയാണ്, സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കൂട്ടം എനിക്ക് തുയധൈര്യസഭയിലുണ്ട്. അമ്മാതിരി പെന്തക്കോസ്തിനകത്ത് വളരെ കുറച്ചുണ്ട്. പക്ഷെ അതിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇവിടെ നമ്മൾ ഉണരേണ്ട സമയം അടുത്തു. ഈ തിന്മകൾക്കെതിരെ സംസാരിക്കേണ്ടുന്ന സമയം അടുത്തു. ദൈവജനം ഉണരണം. അതാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. പ്രധാനമായും ചന്തക്കോസ് എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ: 1, തമ്മിലടി; 2, ദുരുപദേശം; 3, വചനത്തിലെങ്ങും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്നത്; സ്തോത്രക്കാഴ്ച അടിച്ചു മാറ്റൽ. ഇവകളെല്ലാം ശരി തന്നെയാണ്. ഇവകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. നമുക്ക് 1-2 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലയോ? ഇനി കേട്ടോണേ: നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ഇതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചർച്ചിൽ കർത്തൃമേശയ്ക്ക് ഉപദേശി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസികൾ തമ്മിലടിക്കുകയാണ്. പക്ഷം തിരിഞ്ഞു നിന്ന് അടിക്കുകയാണ്. ഉപദേശി പാടിക്കൊടുക്കുകയാണ്. ഇവനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പാടുന്നത്. സഭയ്ക്കകത്ത് അയാൾ മൂലം ഒരു പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ അത് വിട്ടേച്ച് പോകേണ്ടുന്നവൻ അവിടെ നിന്ന് ഒച്ചത്തിൽ പാട്ട് പാടി പുറത്തുള്ളവരെ കേൾക്കാതെ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തിട്ട് അകത്ത് അടി നടത്തുകയാണ്. അയാൾ ഏത് നിലയിലുള്ളയാളായാലും മാന്യനല്ലെന്ന് ഉറപ്പാണ്. അയാൾക്ക് അതിന്റെ ഇടയിൽ കർത്തൃമേശ നടത്തിയേ തീരൂ. 2, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഏറ്റവും ഉന്നത നേതാവ് 2-ാം പ്രാവശ്യം ഇരിക്കാൻ വേണ്ടി ഉടായ്പ കാണിക്കുകയാണ്. ഞാൻ അയാളെ തെറ്റു പറയില്ല. താഴെയുള്ള ലോക്കൽ പാസ്റ്റർ അയാളെ കൊണ്ട് പറ്റുമെന്നുള്ളത് ഈ സെയിം സാധനം തന്നെയാണ് ചെയ്യുന്നത്. ഇരിക്കുന്നിടത്ത് പൈസ ഉണ്ടെങ്കിൽ, നനവുണ്ടെങ്കിൽ കുറച്ചു ദിവസം കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടി. അതിനയാൾ എന്തുടായ്പും കാണിക്കും. സഭയെ 2 ആക്കണമെങ്കിൽ 2 ആക്കും. പൊളിച്ചോണ്ട് പോയി പുതിയത് തുടങ്ങണമെങ്കിൽ അങ്ങനെ തുടങ്ങും. ഇതൊക്കെ തിരുവനന്തപുരത്ത് പലയിടത്തും നടന്നിട്ടുള്ളതാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, അവിടെ ഇരിക്കട്ടെ. അത് വചനം പറയുകയാണ്, നിങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ. നിങ്ങൾ പക്ഷം പിടിക്കുമ്പോൾ നിങ്ങൾ ജഡീകരല്ലയോ? കണ്ടോ? 3 വർഗത്തെക്കുറിച്ച് വചനം പറയുന്നു. 1, പ്രാകൃതർ. അവർ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാത്തവരാ. 2-മത്തവര് ജഡീകർ. അവർ വചനം കൈക്കൊള്ളും, പക്ഷെ അനുസരിക്കത്തില്ല. 3-മത്തത് ആത്മികർ. അവർ കൈക്കൊള്ളും, അനുസരിക്കും. അപ്പൊ ഇതിൽ വചനം കച്ചത്ത് വെച്ചുകൊണ്ട് നടക്കുകയും ഇതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവനെയാണ് ജഡീകൻ എന്ന് പറയുന്നത്. താഴെയുള്ള ഉപദേശി ഒരു കൊല്ലം കൂടെ അവിടെ ഇരിക്കാൻ കാണിക്കുന്ന റിസ്ക് തന്നെയാണ് മുകളിലുള്ളവനും കാണിച്ചത്. ഉപദേശിക്കുണ്ടാകേണ്ടുന്ന സാമാന്യ യോഗ്യത വചനം പറയുന്നു, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം. ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, ഭാര്യ നന്നായി നോക്കുന്നവനായിരിക്കണം, മക്കളെ നന്നായി നോക്കുന്നവനായിരിക്കണം. ഇതൊന്നും ഇല്ലാത്തവനാണ് ചർച്ചിന്റെ പാസ്റ്ററും ഈ നേതാവായിട്ട് മേളിലിരിക്കുന്നവനും. വാസ്തവത്തിൽ വചനം പറഞ്ഞിട്ടുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്തവന്മാരാണ് ഉപദേശി പദത്തിലിരിക്കുന്നത്. ബാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് ഇത്രയെ പ്രതീക്ഷിക്കാൻ കഴിയും.
കേസ് വഴക്കാടി ബഹളമായിട്ട് നടക്കുക. ബൈബിൾ പറഞ്ഞുണ്ടോ? നിങ്ങൾ ആ നഷ്ടം നിങ്ങൾ ഏൽക്കാത്തതെന്ത്? എടോ, ഒരിക്കൽ കൂടി നേതാവായിട്ട് ഇരുന്നിട്ട് കൈയിട്ട് വാരി പൈസ എടുക്കാൻ ഉള്ള ആ അവസരം നീ വേണ്ടാതെ വെക്കാത്തതെന്ത്? അത് വെക്കാൻ അവന് പറ്റത്തില്ല. അടിസ്ഥാനപരമായ ഒരു ഉപദേശിക്കുണ്ടാകണമെന്ന് തിരുവെഴുത്തിൽ 1-2 തീമോഥെയോസിന്റെ പുസ്തകത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു യോഗ്യതകളും ഇല്ലാത്ത അങ്ങനെയുള്ളവർ തന്നെയാണ് ഇന്ന് അരങ്ങ് തകർക്കുന്നത്. അതിലൊരു വ്യത്യാസമൊന്നും ഈ അടുത്ത ഇടയ്ക്കൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രക്ഷപ്പെടാൻ താല്പര്യമുള്ളവർ ചാടി രക്ഷപ്പെടും. ഈ വിമാനം അപകടത്തിൽപ്പെട്ടതുപോലെ ഒരാൾ ചാടി രക്ഷപ്പെട്ടു, മൊത്തം തകർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത്. ചാടി രക്ഷപ്പെടാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ എവിടെ കൂടെയും ചാടി രക്ഷപ്പെട്ടോ, ബാക്കി ഒന്നും ഗുണം പിടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. അസംബ്ലീസ് ഓഫ് ഗോഡിനെയോ ഷാരോനെയോ IPCയെയോ ചർച്ച് ഓഫ് ഗോഡിനെയോ ഒന്നും ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇതിനൊന്നിനെയും ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ സ്വപ്നം കാണരുത്. അതുകൊണ്ടാ വചനം പറഞ്ഞത്, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കണം, നീതി ചെയ്യുന്നവൻ നീതി ചെയ്യട്ടെ. ഇതിനെ മുഴുവൻ ശുദ്ധീകരിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ കേസിന് പോകരുത്. നിങ്ങൾക്ക് അപകടം പറ്റും. ഇതിനെ ഒന്നിനെയും കുളിപ്പിക്കാൻ നിൽക്കരുത്. കത്തുന്ന വിമാനത്തിൽ നിന്ന് ആ പാവം ഒരാൾ ചാടി രക്ഷപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ചാടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ചാടി രക്ഷപ്പെട്ടോ. ബാക്കി ഒരെണ്ണത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. വിമാനത്തെ രക്ഷപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കരുത്, നടക്കത്തില്ല. അതുപോലെയാണ് ഈ സംഘടനകൾ. ഇവകൾ മുഴുവൻ ശാപത്തിന്റെ കീഴിലായിരിക്കുന്നു. തിരുവചനത്തിൽ ഉപദേശിമാർക്ക് ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മ നിറവിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു യോഗ്യതകളുമില്ലാതെ സകല അയോഗ്യതകളും നിറഞ്ഞ ഒരു വൃത്തികെട്ട സമൂഹമാണ് ഇന്ന് സഭകളെ നടത്തുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ, നിങ്ങളുടെ ഉപദേശം സ്കാൻ ചെയ്ത് നോക്ക്. എന്നിട്ട് അയാൾ വചനപ്രകാരം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അയാൾ അനുഗമിക്കുക. ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചിലർക്ക് സംഘടനാ ഭ്രാന്താണ്, ചിലർക്ക് വ്യക്തികളോട് ആരാധനയാണ്. ഇതൊന്നും കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളിനി അത്രയ്ക്കെത്ര കൊല്ലമേ ജീവിച്ചിരിക്കൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും. ശ്രദ്ധിക്കണം, പൗലോസ് ചെയ്ത് എങ്ങനെയാണ്? ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചു. ഇവിടെ ലജ്ജാകരമായ രഹസ്യങ്ങളാണുള്ളത്. ഉപദേശിയായിട്ടിരിക്കാൻ ലജ്ജാകരമായ രഹസ്യം പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനേത് നാടകവും കളിക്കും. അടുത്ത് പറയുക, ഉപായം പ്രയോഗിക്കാതെയും. പറയേണ്ട വചനം പറയാതിരിക്കുക, പറയാൻ പാടില്ലാത്തത് പറയുക, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക. ഇതെല്ലാം ഉപായമാണ്. ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാകുന്നു. അപ്പോ പൗലോസ് പറയാൻ, ഞങ്ങളുടെ ശുശ്രൂഷ സകല മനുഷ്യർക്കും ബോധ്യമാകുന്നു. ഇന്ന് ഇവിടെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന ശുശ്രൂഷ സകല മനുഷ്യർക്കും ബോധ്യമാകുന്നത് പിശാചിന്റെ ശുശ്രൂഷയായിട്ട് തന്നെയാണ്. അവിടെയാണ് ദൈവസഭയുമായി ഒരു ബന്ധവുമില്ലാത്തവന്മാർ പോലും ഈ കാണിക്കുന്നത് തെറ്റാണെന്ന് അവരുടെ ചാനലുകളിലൂടെ പബ്ലിഷ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ ഉപദേശിമാർ ഇവിടെ കിടന്ന് വിറകൊള്ളേണ്ട കാര്യമില്ല. എങ്ങനെ ചാനലിനെ പൂട്ടാം അതല്ല ആലോചിക്കേണ്ടത്, എങ്ങനെ മാനസാന്തരപ്പെടാൻ ആലോചിക്കണം. നമ്മളെ പറയുന്നതിനെ എങ്ങനെ മതിയാക്കിപ്പിക്കാമെന്നല്ല നോക്കേണ്ടത്, എങ്ങനെ നമുക്ക് ശരിയാവാമെന്നാണ് ആലോചിക്കേണ്ടത്. നമ്മളൊക്കെ എങ്ങനെ ഉപദേശിമാരായത്? ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണോ? എന്തിനാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്? ജീവിക്കാൻ വേണ്ടിയാണോ? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള സ്നേഹം ഹൃദയത്തിൽ മൂത്തിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയതെങ്കിൽ അത് വൃത്തിയോടെ ചെയ്യാൻ നമുക്ക് കഴിയണം. എനിക്ക് വേണ്ടി യേശു എന്തിനു മരിച്ചോ അതിന്റെ പൂർണ്ണ ഗുണം പ്രാപിച്ചെടുത്ത് നിത്യനിലെത്താൻ നമുക്ക് കഴിയണം. അല്ലാതെ ഇവിടെ ഉപായം കാണിച്ച് ദൈവവചനത്തിൽ കൂട്ടുചേർത്ത് ജനത്തെയും ചതിച്ച് നമ്മളും ചതിക്കപ്പെടരുത്. അതാണ് പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ശരിയല്ലേ? ഇന്ന് ഉപദേശി സമൂഹം സഭയെ പിടിച്ചു നിർത്താൻ വേണ്ടി, വിശ്വാസികളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരുടെ കാല് വരെ പിടിച്ച് അവരെ ചാക്കിട്ട് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷം. അവരെ ചതിക്കുകയാണ്.
അവരുടെ കയ്യിരിക്കുന്ന പൈസ മേടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുന്നു, നിങ്ങൾ വിശ്വാസികളെ ചതിക്കുന്നു. തങ്കവും ദാരുവും ടിന്റുമോനും ഒക്കെ കാണിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള പറ്റിപ്പിക്കലാണ്. യാഥാസ്ഥിതിക പെന്തക്കോസ്ത സഭകൾ കാണിക്കുന്നതും ജനത്തെ വിശുദ്ധിയിലേക്ക് നടത്താതെ വൃത്തികെട്ട നാടകം തന്നെയാണ്. ഇവകൾ തിരിച്ചറിയാൻ ദൈവജനം തയ്യാറാകണം, ഉപദേശിമാർ തയ്യാറാകണം. അതിനെതിരെ സംസാരിക്കുന്നവരുടെ വായടപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, അവരുടെ മുമ്പിൽ വചനപ്രകാരം ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. എതിരാളി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയാത്ത വിധം ജീവിക്കാൻ നമ്മൾ ശീലിക്കണം. അതുകൊണ്ട് പെന്തക്കോസിനെ ചന്തക്കോസ് എന്ന് പറഞ്ഞതിൽ ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ മാറ്റിപ്പിടിക്കാൻ, എവിടെയാണ് ക്രമീകരണം വരുത്തേണ്ടത് നോക്കി മാറ്റിപ്പിടിക്കാൻ ജനം തയ്യാറാകണം. വ്യാജ ഉപദേശിമാരെ തള്ളിക്കളയാൻ ജനം തയ്യാറാകണം. അതാണ് എനിക്ക് നിങ്ങളോട് പൗലോസിന്റെ വാക്കുകളിലൂടെ ഓർപ്പിക്കാനുള്ളത്. അതുപോലെ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. പുരുഷന്മാർ വിശുദ്ധ കൈകളെ ഉയർത്തി കോപവും വാഗ്വാദവും വിട്ട് വിശുദ്ധ കൈകളെ മലർത്തി പ്രാർത്ഥിക്കണം. അല്ലേ? സഭയ്ക്കകത്ത് ഉണ്ട് തള്ളു അടിയാ. പുരുഷന്മാരിൽ മാത്രമല്ല, ഉപദേശിമാരും. സ്ത്രീകള് ലജ്ജാശീലത്തോടും സുബോധത്തോടും ഇരിക്കണമെന്ന് പറയുമ്പോ പുരുഷന്മാരെ കൂടെ ഇറങ്ങി അടിയാ, സഭയ്ക്കകത്ത് അടിയാ, അതിനെ കൊത്തം പണങ്ങളാ. എന്തുവാ ഇത്? ഇതിനെ ചന്തക്കോസ് എന്ന് പറയുന്നതിൽ എന്തിനാ നിങ്ങൾ മടിക്കുന്നത്? അതും ഒരുവിധ സ്റ്റാൻഡേർഡ് വാക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. കുമ്പനാട് ഇലക്ഷൻ ഇതിനേക്കാളും വൃത്തികേടാണ്. പുനലൂർ ഇലക്ഷനും മെച്ചപ്പെട്ടതൊന്നുമല്ല. കുടക്കുഴ ഇലക്ഷനും നല്ലതൊന്നുമല്ല. ഈ ഇലക്ഷനുകളും ഇവകളുടെ പുറകെ കളിക്കുന്നതും ബാക്കി എല്ലാ പരിപാടികളും ചെയ്യാൻ ഉപദേശിമാർക്ക് കഴിയുന്നെങ്കിൽ ഇവർ മൊത്തത്തിലും അളിഞ്ഞു കിടക്കുകയാണെന്നതിന് സംശയം ഒന്നും വേണ്ട. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. വർഷത്തിലൊരിക്കൽ വിശ്വാസികളും കൂടെ വിളിച്ചുകൂട്ടി എല്ലാ ഗ്രൗണ്ടിലും ജനറൽ കൺവെൻഷൻ നടത്തി കുറെ പ്രസംഗ മത്സരം നടത്തുന്നതിൽ കാര്യമൊന്നുമില്ല. ഇതെല്ലാം വേസ്റ്റ് ആണെന്ന് യൗവനക്കാർക്ക് മനസ്സിലായി തുടങ്ങി. യൗവനക്കാർ സഭകൾ ഉപേക്ഷിക്കാൻ തുടങ്ങി എന്നത് തിരിച്ചറിയണം. അതുകൊണ്ട് സത്യത്തിലേക്ക് മടങ്ങി വരണം, വചനത്തിലെ നിർമ്മലതയിലേക്ക് മടങ്ങി വരണം. വചനത്തിലെ സത്യാവസ്ഥ ജനത്തിന് മനസ്സിലാകാൻ പാകത്തിന് ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഉഡായിപ്പ് ഉപദേശങ്ങൾ പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. അതിന്റെ കാലം കഴിയുന്നു. ജനങ്ങൾ ക്രിസ്തുവിനെ തള്ളിക്കളയാതിരിക്കേണ്ടതിന്, ക്രിസ്തുവിനോടുള്ള നിത്യജീവൻ ജനത്തിന് ലഭ്യമാകാതെ വരാതിരിക്കേണ്ടതിന് ദൈവജനം ഉണരണം. ഇരട്ടി ശിക്ഷയ്ക്ക് യോഗ്യരാകാതിരിക്കാൻ മാനസാന്തരപ്പെടണം. ഒരു മടങ്ങിവരവിന് തയ്യാറാകണം. നിങ്ങളുടെ ഉപദേശിമാർ അതിന് തയ്യാറല്ലെങ്കിൽ വിശ്വാസികളെ നിങ്ങൾ വിട്ടുപോകാൻ തയ്യാറാകണം. എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ തയ്യാറാകണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കിയുള്ള വിശദീകരണങ്ങൾ വരും ദിവസങ്ങളിൽ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുകൂടി പറയുന്നു, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നീതിമാൻ തന്നെ തന്നെ നീതീകരിക്കുക. നിത്യതയ്ക്കൊരുങ്ങാം. നമ്മുടെ കർത്താവ് വരാൻ സമയമെടുത്തിരിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.